നമസ്കാരം. ബയോ ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിറ്റ് 10 സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 10 എന്ന് പറയുമ്പോൾ ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ഈ ഒരു ടോപ്പിക്ക് ഇപ്പൊ മൈക്രോബയോളജി, ബയോടെക്, ബയോകെമിസ്ട്രി ആ ഒരു സ്ട്രീമിൽ പഠിച്ചവർക്ക് ഇതൊരു ന്യൂ ടോപ്പിക് ആയിരിക്കാം. ബട്ട് നോ വറീസ്, നമ്മൾ വളരെ ബേസ് മുതലുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. ആൻഡ് ഓൾസോ നെവർ സ്കിപ്പ് ദിസ് ടോപ്പിക് ബിക്കോസ് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണിത്. ആൻഡ് ഓൾസോ those who are preparing for GATE ecology, evolution, these units are very 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 important. So ഞാൻ CSIR നെറ്റിന്റെയും ഗേറ്റ് ഇക്കോളജി ആൻഡ് ഇവല്യൂഷന്റെയും സിലബസ് കമ്പൈൽ ചെയ്തുകൊണ്ടാണ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CSIR നെറ്റിന്റെ സിലബസ് പ്രകാരമാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് എൻവയറമെന്റ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എൻവയറമെന്റ് വെച്ചിട്ടാണ്. എൻവയറമെന്റ് അതിന്റെ വരുന്ന ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫിസിക്കൽ എൻവയറമെന്റ്, ബയോട്ടിക് എൻവയറമെന്റ്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഇന്ററാക്ഷൻസ്, ഇത്രയാണ് യൂണിറ്റ് 10(1) വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്താണ് ഇക്കോളജി? അതിന്റെ കുറച്ച് ഡെഫിനിഷൻസും പുതിയ പുതിയ കുറച്ച് ടേംസും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ഇക്കോളജി ഈസ് ദി സ്റ്റഡി ഓഫ് ലിവിങ് ഇന്ററാക്ഷൻസ്. അതാണ്, ഇന്ററാക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ വരുന്നത്. Okay, then ecology is the study of interactions among organisms and between organisms and their environment. എന്താണ് ഇന്ററാക്ഷൻസ് എമംഗ് ഓർഗാനിസം? ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാണ്, നമുക്ക് ഒരു സ്പീഷീസ്, ദിസ് ഇസ് എ സ്പീഷീസ്, ഓക്കെ, ഇത് അനദർ സെയിം സ്പീഷീസിലുള്ള അനദർ ഓർഗാനിസം. ഇത് ഓർഗാനിസം എ, ഇത് ഓർഗാനിസം ബി. ഓക്കെ, സോ ഈ ഒരു presence of this organism, how it is affecting organism B, and also how this organism B is affecting organisms A, how they are connected, what are the other factors influencing their growth, reproduction and all. So അങ്ങനെ ആ ഒരു ഇന്ററാക്ഷനെ പഠിക്കുന്നത്, ഇന്ററാക്ഷൻസ് ആണ് ഇക്കോളജിയിൽ വരുന്ന സ്റ്റഡീസ് എന്ന് പറയുന്നത്. പിന്നെ ബിറ്റ്വീൻ ഓർഗാനിസം, ദിസ് ഈസ് ഓർഗാനിസം എ, ഇത് അനദർ സ്പീഷീസ് ഓഫ് അനദർ സ്പീഷീസ്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻ എങ്ങനെയാണ്? ആൻഡ് എൻവയറമെന്റ്, അതായത് ക്ലൈമറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇക്കോളജിയിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നോ മൈക്രോ ഓർഗാനിസം, പ്ലാന്റ് ഓർ ആനിമൽ സ്പീഷീസ് ഇൻക്ലൂഡിംഗ് മാൻ ഈസ് ആൻ ഐസൊലേറ്റഡ് ഓർഗാനിസം. Each of them is surrounded by biotic and abiotic interactions. Okay, നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസം മുതൽ ഹ്യൂമൻ ബീയിങ് വരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഐസൊലേറ്റഡ് അല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. നമ്മൾ ഒരു കണക്ഷൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾ കണക്റ്റഡ് വിത്ത് ഈച്ച് ആൻഡ് എവറി ഫാക്ടേഴ്സ്. ഓക്കെ, ആ കണക്ട് ചെയ്യുന്ന, ഇന്ററാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഇന്ററാക്ഷൻസ് എന്നാണ് പറയുന്നത്. എന്താണ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഇന്ററാക്ഷൻസ് എന്ന് നോക്കാം. The interactions among living organisms are called biotic interactions. Living, bio എന്ന് പറയുമ്പോൾ living, okay, living things തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ ബയോട്ടിക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. While those between organisms and their physical environment are termed abiotic interactions. Okay, നോൺ ലിവിങ് അല്ലെങ്കിൽ അങ്ങനെയും പറയാം നമുക്ക്, നോൺ ലിവിങ് എലിമെന്റ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ അബയോട്ടിക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, ഓക്കെ, വാട്ടർ അവൈലബിലിറ്റി, അല്ലെങ്കിൽ എന്താ ക്ലൈമറ്റ്, ഓക്കെ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഓർഗാനിസത്തിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സംടൈംസ് ദേ വിൽ മൈഗ്രേറ്റ്, അല്ലെ? Organisms will migrate. വാട്ടറിനെ അങ്ങനെ തന്നെയാണ്, വാട്ടറിനനുസരിച്ചിട്ട് they will migrate. Okay, then ക്ലൈമറ്റിനനുസരിച്ചിട്ടും എന്താണ് പറയാ, കുറെ അഡാപ്റ്റേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ മെയിൻ ആയിട്ട് ലിവിങ് ഓർഗാനിസംസ് ഹാവ് ടു കൈൻഡ്സ് ഓഫ് ഇന്ററാക്ഷൻസ്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഇന്ററാക്ഷൻസ്. ദെൻ എൻവയറമെന്റ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. എൻവയറമെന്റ് ലിറ്ററലി മീൻസ് ദാറ്റ് ആൻ ഓർഗാനിസം സറൗണ്ടിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് എഫക്ട്സ് ആൻ ഓർഗാനിസം ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഓർഗാനിസം ഫ്രം ബർത്ത് ടു ഡെത്ത് എന്തൊക്കെ ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? മെയിൻ ആയിട്ട് അത് ബയോട്ടിക്കും ഉണ്ടാവും,
അബയോട്ടിക്കും ഉണ്ടാവും അല്ലെ. ബയോട്ടിക് ഇന്ററാക്ഷൻസും ഉണ്ടാവും, അബയോട്ടിക് ഇന്ററാക്ഷൻസും ഉണ്ടാവും. ആ ഒരു ടോട്ടാലിറ്റിയാണ് നമ്മൾ ആ ഒരു ഓർഗാനിസത്തിന്റെ എൻവയറമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. If an organism was limited in its distribution by cold temperatures, would it be limited by biotic or abiotic factors? For example പറയാം, let's see, polar bear. പോളാർ ബിയർ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? അതിനെ പോളാർ റീജിയനിൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. ഇറ്റ് റിക്വയർഡ് കോൾഡ് ടെമ്പറേച്ചർ ആണ് അതിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. So it won't live in any desert or other regions. So its growth is restricted only over here. So ഈ ഒരു restriction induce ചെയ്യുന്ന factor എന്താണ്? Whether it is a biotic or abiotic factor. അതാണ് ചോദ്യം. Okay, so obviously it is abiotic factor. It is abiotic factor is influencing or restricting the cold temperature animal. Okay, സോ അതാണ് നിങ്ങൾക്ക് ആ ഒരു ബയോട്ടിക്കിന്റെ അബയോട്ടിക്കിന്റെ ഡിഫറൻസ് മനസ്സിലാവാനാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചത്. ദെൻ സ്കെയിൽ ഓഫ് ഇക്കോളജി. ഓക്കെ, ഇക്കോളജി ഇസ് എ വാസ്റ്റ് സബ്ജക്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഏത് സബ്ജക്റ്റ് ആയിട്ടും നമുക്ക് ഇക്കോളജിനെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ടു സ്റ്റഡി ഇക്കോളജി അതിനൊരു സ്കെയിൽ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു ഹൈറാർക്കി ഉണ്ട്. സോ എങ്ങനെയാണ് അത് എന്നുള്ളത് നോക്കാം. സ്കെയിൽ ഓഫ് ഇക്കോളജി എന്താണെന്ന് നോക്കാം. ഫ്രം ഓർഗാനിസംസ് ടു ഇക്കോസിസ്റ്റം. എങ്ങനെയാണ് ഓർഗാനിസമൽ ഇക്കോളജി? ഫസ്റ്റ് വൺ വന്നിട്ട് ഓർഗാനിസമൽ ഇക്കോളജി. ഓർഗാനിസമൽ ഇക്കോളജി എന്ന് പറയുമ്പോൾ, സപ്പോസ് ദിസ് ഈസ് ദി ഓർഗാനിസം. ഈ ഓർഗാനിസത്തിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഗ്രോത്ത് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ന്യൂട്രിയൻ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ മേറ്റിംഗ് പാറ്റേൺ എന്തൊക്കെയാണ്, അങ്ങനെ ആ ഒരു ഇൻഡിവിജ്വലിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ ഓർഗാനിസമൽ ഇക്കോളജി എന്ന് പറയുന്നത്. സെക്കൻഡ് വന്നിട്ട് പോപ്പുലേഷൻ ഇക്കോളജി എന്ന് പറയും. ഇപ്പൊ സെയിം സ്പീഷീസ് ഓഫ് ഓർഗാനിസം, ഇങ്ങനെ ഒരു സെയിം സ്പീഷീസ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെയിം സ്പീഷീസ് ഓഫ് ഓർഗാനിസത്തിനെ നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയാം. സോ നമ്മൾ ഈ ഒരു പോപ്പുലേഷൻ ഇക്കോളജിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ഈ സെയിം തിങ്സ്, ഈ പോപ്പുലേഷൻ, ഹൗ ദ പോപ്പുലേഷൻസ് ഈസ് ഗ്രോയിങ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ, വാട്ട് ആൾ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്സ് ഗ്രോത്ത്, വാട്ട് ആൾ ദ factors influencing its reproduction, how many offsprings are producing within a time period. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോപ്പുലേഷൻ ഇക്കോളജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വന്നിട്ട് കമ്മ്യൂണിറ്റി ഇക്കോളജി. കമ്മ്യൂണിറ്റി ഇക്കോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പീഷീസ് ഓഫ് ആനിമൽസും ഉണ്ടാവും, ഈ ഒരു സ്പീഷീസ് ഓഫ് ആനിമൽസും ഉണ്ടാവും, ഈ ഒരു സ്പീഷീസ് ഓഫ് ആനിമൽസും ഉണ്ടാവും. സോ ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ആർ ഒക്കറിങ് ഇൻ എ സെയിം ഏരിയ ഈസ് കോൾഡ് കമ്മ്യൂണിറ്റി. ഓക്കെ, സോ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റിന്റെ വെതർ എങ്ങനെയാണ് ഓരോന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ദിസ് ഓർഗാനിസം ഈസ് ഇൻഫ്ലുവൻസിങ് ദിസ് പെർട്ടിക്കുലർ ഓർഗാനിസം, ഓർ ഹൗ ഇറ്റ് ഈസ് എഫക്ടിങ് ദിസ് ഓർഗാനിസം, ഹൗ ദിസ് ഈസ് എഫക്ടിങ് ദിസ് ഓർഗാനിസം, അങ്ങനെ ആ ഒരു ഇന്റർ കണക്ഷൻസ് എങ്ങനെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് കമ്മ്യൂണിറ്റി ഇക്കോളജിയിൽ വരുന്നത്. ദെൻ ഫോർത്ത് വന്നിട്ട് ഇക്കോസിസ്റ്റം ഇക്കോളജി. ഇക്കോസിസ്റ്റം ഇക്കോളജി എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ആ ഒരു വൈഡ് ഏരിയയിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യ എന്നെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഇക്കോസിസ്റ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇക്കോസിസ്റ്റം ഇക്കോളജിയിൽ പഠിക്കുന്നത് ഒരു ലാർജ് ഒരു ഏരിയ എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വന്നിട്ട് ലാൻഡ്സ്കേപ്പ് ഇക്കോളജി. ലാൻഡ്സ്കേപ്പ് ഇക്കോളജി എന്ന് പറയുമ്പോൾ എർത്തിൽ നമുക്ക് അറിയാം പല ടൈപ്പ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പല ടൈപ്പ് ലാൻഡ്സ്കേപ്സ് ഉണ്ട് അല്ലെ. എന്താണ് പറയാ, സീ ലെവൽ, നമ്മൾ സീ ലെവൽ ആണ് എന്താണ് എപ്പോഴും ഒരു മാർജിൻ ആയിട്ട് എടുക്കുന്നത്. എബവ് സീ ലെവൽ അല്ലെങ്കിൽ ബിലോ സീ ലെവൽ എന്നാണ് നമ്മൾ പലപ്പോഴും ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന ഫ്ലോറ ഫോണ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ആൻഡ് ഓൾസോ അവർക്ക് അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് ഉണ്ടാവും. സോ അങ്ങനെ ഒരു ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിനാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഇക്കോളജി എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് വന്നിട്ട് ഗ്ലോബൽ ഇക്കോളജി. ഗ്ലോബൽ ഇക്കോളജി എന്ന് പറയുന്ന സമയത്ത് എൻറ്റയർ എർത്ത് ഈസ് ദി ബയോസ്ഫിയർ. എൻറ്റയർ എർത്തിന്റെ
എക്കോസിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ബയോട്ടിക് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇതിനെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ ഗ്ലോബൽ ഇക്കോളജി എന്ന് പറയുന്നത്. സോ ബേസിക്കലി ദിസ് ഈസ് ദി സ്കെയിൽ ഓഫ് ഇക്കോളജി. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് ഓർഗാനിസമൽ ഇക്കോളജി. നമ്മൾ ഒരു ഓർഗാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റഡീസ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു സീബ്ര, ഈ ഒരു പെർട്ടിക്കുലർ സീബ്ര ആണ് എന്റെ സ്റ്റഡി പോയിന്റ് എന്ന് പറയുന്നത്. സോ ഞാൻ എന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ വാട്ട് ഈസ് ദ ഡ്രോട്ട് ടോളറൻസ് ഇൻ ദിസ് സീബ്ര. ഡ്രോട്ട് ടോളറൻസ് എന്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സീബ്രന്റെ ഡ്രോട്ട് ടോളറൻസിന് മാത്രമാണ്. അതിനാണ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് മാത്രം, ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിനാണ് നമ്മൾ ഓർഗാനിസമൽ ഇക്കോളജി എന്ന് പറയുന്നത്. ഓർഗാനിസമൽ ഇക്കോളജി ഇൻവെസ്റ്റിഗേറ്റ്സ് how individuals' adaptations and choices affect their reproduction and survival. Organismal ecology can be divided into three main subdisciplines: evolutionary ecology, behavioral ecology, and physiological ecology. ഇനി എന്താണ് അതിന്റെ ടേംസ് നോക്കാം. എവല്യൂഷണറി ഇക്കോളജി പേര് പറഞ്ഞ പോലെ റിലേറ്റഡ് വിത്ത് എവല്യൂഷൻ, ഹൗ ദിസ് പർട്ടിക്കുലർ ഓർഗാനിസം ഈസ് എവോൾവ്ഡ് എന്നതിനെ പറ്റിയാണ് എവല്യൂഷണറി ഇക്കോളജിയിൽ പറയുന്നത്. Then behavioral ecology focuses on how the behavior of an individual organism contributes to its survival and reproductive success, which in turn affects the abundance of the population. ഇപ്പൊ ഈ ഒരു സീബ്ര ഫെർട്ടൈൽ ആണോ, അല്ലെങ്കിൽ അതിന്റെ അത് ഹൗ മച്ച് എന്താണ് പറയാ ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഇറ്റ് ഇസ് ടേക്കിംഗ്, അങ്ങനെ ഒരുപാട് ഈ ഒരു ഇൻഡിവിജ്വലിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എക്കോസിസ്റ്റം എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ദിസ് ഓർഗാനിസം ഈസ് ഇന്ററാക്ടിങ് വിത്ത് ഇറ്റ്സ് എൻവയൺമെന്റ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് ബിഹേവിയറൽ ഇക്കോളജിയിൽ വരുന്നത്. ദെൻ വന്നിട്ട് ഫിസിയോളജിക്കൽ ഇക്കോളജി. ഫിസിയോളജിക്കൽ ഇക്കോളജി ഇൻവെസ്റ്റിഗേറ്റ്സ് how organisms are physiologically adapted to their environment and how the environment impacts the distribution of species. Here we examine the effects of temperature, water, and nutrient availability and other physical factors on the distribution and abundance of species. Okay, so ഈ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിവിജ്വൽ സീബ്രയ്ക്ക് അതിന്റെ എൻവയറമെന്റില് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിന്റെ അഡാപ്റ്റേഷൻസ് എന്താണ്, അതിന്റെ ഫിസിയോളജി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സീബ്ര ലിവ് ചെയ്യുന്ന ഏരിയയിൽ ഗ്രാസ് ലാൻഡ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഗ്രാസ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അതിന്റെ ഫിസിയോളജിയിൽ എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻസ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ കോട്ട് കളർ, അതിന്റെ ആ ഒരു സ്കിൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കളർ എങ്ങനെയാണ് അതിനെ എഫക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അത് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഹാർഷ് ക്ലൈമറ്റ് സർവൈവ് ചെയ്യാൻ എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ്സ് പ്രിഡേറ്റേഴ്സ്. so many factors are there in physiological ecology. So നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ഓർഗാനിസത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ഓർഗാനിസമൽ ഇക്കോളജി എന്ന് പറയുന്നത്. ദെൻ പോപ്പുലേഷൻ ഇക്കോളജി. പോപ്പുലേഷൻ ഇക്കോളജി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് സീബ്രാസിനെ ഒരു ഗ്രൂപ്പ് ഓഫ് സീബ്രാസിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ വാട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ഗ്രോത്ത് ഓഫ് സീബ്ര പോപ്പുലേഷൻ ഇൻ ആഫ്രിക്ക, ഇതാണ് എന്റെ സ്റ്റഡി പോയിന്റ്. ഇങ്ങനെയുള്ള ഒരു സ്റ്റഡിനെയാണ് ഞാൻ പോപ്പുലേഷൻ ഇക്കോളജി എന്ന് പറയുന്നത്. ആഫ്രിക്കയിലുള്ള എൻറ്റയർ സീബ്ര പോപ്പുലേഷനെ അതിന്റെ ഗ്രോത്തിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു തരം സ്റ്റഡിയാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ പോപ്പുലേഷൻ ഇക്കോളജി എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഇക്കോളജി ഡിസ്ക്രൈബ്സ് ഹൗ പോപ്പുലേഷൻസ് ഗ്രോ ആൻഡ് ഇന്ററാക്ട് വിത്ത് അതർ സ്പീഷീസ്. ഓക്കെ, സോ ഈ ഒരു സീബ്ര പോപ്പുലേഷനിൽ സീബ്ര മാത്രമല്ല, ഈ ഒരു ഏരിയയിൽ there are lots of other animals also present. So how each other groups are influencing, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു സ്റ്റഡിയിൽ വരുന്ന ഭാഗങ്ങളാണ്. പോപ്പുലേഷൻ ഇക്കോളജി ഫോക്കസസ് on populations, groups of interbreeding individuals that occur in the same place at the same time. A primary goal is to understand the factors that affect the population's growth and determine its size and ഡെൻസിറ്റി. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു പോപ്പുലേഷനിൽ ഇപ്പൊ സീബ്രയുടെ പോപ്പുലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ പ്രസൻസ് ഓഫ് ടൈഗർ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ലയൺസ് എങ്ങനെയാണ്
ഈ ഒരു ഇപ്പൊ അത് കൂടുതലാണ്, പ്രസൻസ് ഓഫ് ടൈഗറും ലയണും കൂടുതലാണെന്നുണ്ടെങ്കിൽ ദേ വിൽ പ്രിഡേറ്റ് മോർ ഓൺ ദിസ് സീബ്ര പോപ്പുലേഷൻ. സോ ഗ്രാജുവലി അതിന്റെ സൈസ് കുറയും, സീബ്ര പോപ്പുലേഷന്റെ സൈസ് അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ അത് എങ്ങനെയാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എന്നുള്ളതിനൊക്കെയാണ് എൻറ്റയർ പോപ്പുലേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ ഇക്കോളജിയിൽ പഠിക്കുന്നത്. Thus, population ecology includes the study of species interaction such as competition, predation, mutualism, commensalism, herbivory and parasitism. So, ആ ഒരു സ്പീഷീസ് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മളുടെ ഒരു അപ്കമിങ് ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിലാണ് നമുക്ക് കുറെ ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. ലോട്ട്ക വോൾട്ടേറെ ഒക്കെ ഈ ഒരു ടോപ്പിക്കില് സബ് ടോപ്പിക്കില് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ സ്പീഷീസ് ഇന്ററാക്ഷൻ. സോ ഈ ഇപ്പം ലയണിന്റെയും സീബ്രയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്, ഇത് പ്രിഡേഷൻ ആണ് അല്ലെ, പ്രിഡേഷൻ ആണ് ഈ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ എന്താണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ അതർ സീബ്രാസ് ഓൾസോ. സോ ആ ഇപ്പം ഗ്രേസിങ്ങിനാണെങ്കിലും മേറ്റിങ്ങിനാണെങ്കിലും അവർ തമ്മിൽ ഒരു ഇന്റർ സ്പീഷീസ് കോമ്പറ്റീഷൻ അവിടെ പോസിബിൾ ആണ്. ദെൻ മ്യൂച്വലിസം. Okay, there are some birds, you can see some birds sitting on the body of the zebra. Okay, adoru taram mutualism aanu. Then commensalism, herbivory. So avade vereyum ee grazing cheyna vereyum herbivores undavum. So avaru thammil oru competition undavum for the food resource alle. Parasites undu, parasitism. So ഇതെല്ലാം ഈ ഒരു ഓർഗാനിസം അതർ സ്പീഷീസും ആയിട്ട് വരുന്ന ഇന്ററാക്ഷൻ ആണ്. സോ ഇതെല്ലാമാണ് പോപ്പുലേഷൻ ഇക്കോളജിയിൽ വരുന്ന ഫാക്ടേഴ്സ്. Then community ecology. Community ecology എന്ന് പറയുമ്പം what factors influence the number of species in African grassland communities? Okay, എന്റെ ഫോക്കസ് അവിടെ ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ് ആണ്. അപ്പൊ ആ ഗ്രാസ് ലാൻഡിൽ ആരൊക്കെ ഉണ്ടോ, സീബ്രാസ് ഉണ്ട്, ഈ എന്താണ് പറയുക ബഫ്ലോസ് ഉണ്ട്, അതർ ആനിമൽസ് ഹെർബിവോർസ് ഉണ്ട്, കാർണിവോർസ് ഉണ്ട്. ലോട്ട്സ് ഓഫ് ആനിമൽസ് ഇൻ ദിസ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്. സോ ആ എൻറ്റയർ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റിനെ പറ്റി പഠിക്കുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഇക്കോളജി എന്ന് പറയുന്നത്. Community ecology focuses on factors that influence the number of species in an area. Okay, എത്ര സ്പീഷീസ് ഉണ്ടെങ്കിലും അതിനെ ആണ് നമ്മൾ കമ്മ്യൂണിറ്റി ഇക്കോളജിയിൽ കവർ ചെയ്യുന്നത്. In a forest we can find many populations of trees, herbs, shrubs, the herbivores that eat them and the carnivores that in turn prey on the herbivores. This assemblage of many populations that live in the same place at the same time is known as community. Okay, a different assemblage. Okay, ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് സ്പീഷീസിന്റെ അസംബ്ലേജ് സെയിം പ്ലേസിൽ സെയിം ടൈമിൽ ഉള്ളതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. Then ecosystem ecology. Ecosystem ecology, how do water, energy and nutrients flow among plants, zebra and other herbivores and carnivores in African grassland communities? Okay, ഇപ്പൊ ഇക്കോസിസ്റ്റം ഇക്കോളജി എന്നുള്ളത് നമുക്ക് പഠിക്കുമ്പം നമ്മൾ അതാണ് നമ്മളെ ഫോക്കസ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും. വാട്ടർ, അതായത് അബയോട്ടിക് ഫാക്ടേഴ്സ് ഓൾസോ വിൽ ഇൻക്ലൂഡ് ഇൻ ദാറ്റ്. ഓക്കെ, അബയോട്ടിക് ഫാക്ടേഴ്സും ബയോട്ടിക് ഫാക്ടേഴ്സും കമ്പൈൻ ചെയ്തിട്ടാണ് ഇക്കോസിസ്റ്റം ഇക്കോളജിയിൽ വരുന്നത്. Ecosystem ecology describes the passage of energy and nutrients through communities. An ecosystem is a living biotic community and its non-living abiotic environment. Okay, ecosystem ecology deals with the flow of energy and cycling of nutrients among organisms within a community and between organisms and the environment. So ഇക്കോസിസ്റ്റം ഇക്കോളജിയിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ വന്നിട്ട് ഇത്രയാണ് നമ്മളെ എന്താണ് പറയാ അല്ലെങ്കിൽ നമ്മുടെ സ്കെയിൽ ഓഫ് ഇക്കോളജി എന്ന് പറയുന്നത്. Why this much variety in our ecosystem? Okay, നമ്മൾ കണ്ടിട്ടുണ്ട് lots and lots of animals, plants you can see in this entire biosphere. Okay, some are aquatic, some are terrestrial അല്ലെ. എങ്ങനെയാണ് ഈ ഒരു അഡാപ്റ്റേഷൻസ്, എങ്ങനെയാണ് അവർ വെറൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ because of adaptations. Okay, so aquatic organisms are adapted for that kind of life and terrestrial animals are adapted to such life. Okay,
സോ ആ ഒരു വെറൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിന്റെ ലിവിങ് എൻവയറമെന്റിനോടുള്ള ഒരു അഡാപ്റ്റേഷൻ കൊണ്ടാണ് ഇത്രയും വെറൈറ്റി പോസിബിൾ ആവുന്നത്. സോ നമുക്ക് ഇനി അതിന്റെ ഫിസിക്കൽ എൻവയറമെന്റ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മുടെ ഓർഗാനിസം ആണെങ്കിലും പോപ്പുലേഷൻ ആണെങ്കിലും ഒക്കെ അതിന്റെ ഫിസിക്കൽ എൻവയറമെന്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബയോസ്ഫിയർ, നമ്മൾ എന്താണ് ബയോസ്ഫിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ലൈഫ് സപ്പോർട്ടിംഗ് എൻവയറമെന്റ് ഓഫ് പ്ലാനറ്റ് എർത്ത് ഈസ് കോൾഡ് ബയോസ്ഫിയർ. ഓക്കെ, the life supporting environment of planet earth is called biosphere. Okay, biosphere എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it's a combination of atmosphere, lithosphere and hydrosphere. Okay, 3 factors are there: atmosphere, lithosphere and hydrosphere. ഈ ഒരു 3 എൻറ്റിറ്റീസിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൽ എസ്പെഷ്യലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ടോട്ടലി അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അബയോട്ടിക് ആണ് അറ്റ്മോസ്ഫിയർ എന്നുള്ള കോമ്പണന്റിൽ വരുന്നത്. ലിത്തോസ്ഫിയറിലും ഹൈഡ്രോസ്ഫിയറിലും both are coming. So നമുക്ക് ഫിസിക്കൽ ഈ അറ്റ്മോസ്ഫിയർ, ഹൗ ദി അറ്റ്മോസ്ഫിയർ ഈസ് ഇൻഫ്ലുവൻസിങ് എന്നുള്ളത് നമുക്ക് ഫർദർ ആയിട്ട് നോക്കാം. സോ ഇതിന്റെ സ്കെയില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നോക്കാം. ഇൻഡിവിജ്വൽ ഓർഗാനിസം, ഓക്കെ, ഇൻഡിവിജ്വൽ ഓർഗാനിസം, ദെൻ പോപ്പുലേഷൻ, ദെൻ കമ്മ്യൂണിറ്റി, ദെൻ ഇക്കോസിസ്റ്റം, ദെൻ ബയോം, ദെൻ ബയോസ്ഫിയർ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, എക്കോസിസ്റ്റം, ലാൻഡ്സ്കേപ്പ്, ബയോം ആൻഡ് ബയോസ്ഫിയർ. സോ ദിസ് ഇസ് ദി സ്കെയിൽ ഓഫ് ഇക്കോളജി എന്ന് പറയുന്നത്. സോ ഇതിലൊക്കെ എങ്ങനെയാണ് ഫിസിക്കൽ എൻവയറമെന്റ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നോക്കാം. അറ്റ്മോസ്ഫിയർ, വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ? Earth's atmosphere is a multi-layered gaseous envelope consisting of mixture of gases that surrounds our planet. Okay, atmosphere എന്ന് പറയുന്നത് എർത്തിന് ചുറ്റുമുള്ള ഒരു ഗാഷ്യസ് ലെയറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ അറ്റ്മോസ്ഫിയർ വിൽ പ്രൊവൈഡ് ഓക്സിജൻ, അല്ലെ? ഈ ലിവിങ് ലൈഫ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് because of oxygen. Okay, one of the feature is oxygen. Presence of oxygen is the one of the feature that will support life on earth. Then another thing, atmosphere ulladu kondana it is shielding from UV radiation. It is a shield for UV radiation. Then by greenhouse effect maintain the warmth by 30 degrees Celsius. Okay, the average earth in the temperature is 33 degrees Celsius. Okay, so ഈ ഒരു 33 degrees Celsius average temperature maintain ചെയ്യുന്നത് ആരാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. സോ നമുക്ക് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു അറ്റ്മോസ്ഫിയർ ലെയേർഡ് മൾട്ടി ലെയേർഡ് ഗ്യാഷ്യസ് എൻവലപ്പ് എന്ന് പറഞ്ഞു. സോ ആ മൾട്ടി ലെയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. എർത്തിന്റെ തൊട്ട് നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ ഒരു 10 മൈൽസ് ആണ്. ഓക്കെ, എർത്തിന്റെ സർഫസ് മുതൽ ഒരു 10 മൈൽസ് എബോ വരെയാണ് ട്രോപ്പോസ്ഫിയർ ഉള്ളത്. അവിടെയാണ് ലൈഫ് ഫോംസ് ഉള്ളത്. Then next is stratosphere. Stratosphere is 20 miles away from Earth's surface. ഇവിടെയാണ് ഓസോൺ ലെയർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ സ്ട്രാറ്റോസ്ഫിയർ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ വന്നിട്ട് മീസോസ്ഫിയർ. മീസോസ്ഫിയർ ഈസ് അഗെയിൻ 20 miles away from അഗെയിൻ ഒരു 20 മൈൽസും കൂടി മുന്നോട്ടേക്ക് പോയിട്ടാണുള്ളത്. ദെൻ തെർമോസ്ഫിയർ 350 miles, അഗെയിൻ ഒരു 350 മൈൽസും കൂടിയാണ് അതിന്റെ കൂടുതൽ വരുന്നത്. ദെൻ എക്സോസ്ഫിയർ. ഇങ്ങനെയാണ് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സ് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇതാണ് നമ്മുടെ 5 ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ ഓഫ് ഡ്രൈ എയർ എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഇത് നിങ്ങൾ എന്തായാലും മൈൻഡിൽ വെക്കണം. ഗേറ്റിലാണെങ്കിലും CSIR നെറ്റിലാണെങ്കിലും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾക്ക് ഈ ഒരു എക്സാക്ട് നമ്പർ കീപ് മൈൻഡിൽ വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വിച്ച് ഈസ് ഹൈയസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, കോമ്പോസിഷൻ ഓഫ് ഡ്രൈ എയർ എന്ന് പറഞ്ഞിട്ട് they will give this combination plus കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലത് റിമൂവ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് തരും. സോ യു ഹാവ് ടു ഫൈൻഡ് ദി കറക്റ്റ് കോമ്പോസിഷൻ.
എന്തൊക്കെയാണ്? ഫസ്റ്റ് വന്നിട്ട് നൈട്രജൻ. നൈട്രജൻ ആണ് 78%. സോ മോസ്റ്റ് അബണ്ടന്റ് gas present in our atmosphere is nitrogen. Okay. Then second വന്നിട്ട് oxygen 21%. Okay. Then വന്നിട്ട് carbon dioxide, then hydrogen, then argon. So this is the composition of dry air: nitrogen, oxygen, carbon dioxide, hydrogen and argon. Okay. The highest gas is nitrogen. Then greenhouse effect. എന്താണ് greenhouse effect എന്നുള്ളത് നോക്കാം. എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു because of this greenhouse effect, the Earth's temperature is approximately 33 degrees Celsius, which is supporting life in this ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണത്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്നുള്ളത് നോക്കാം. നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ മൾട്ടി ലെയർ ഗ്യാസ് ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ സണ്ണിൽ നിന്ന് റേഡിയേഷൻ വരുന്ന സമയത്ത്, സോളാർ റേഡിയേഷൻ എർത്തിൽ എത്തുന്ന സമയത്ത് അത് കുറെ റിഫ്ലക്ട് ചെയ്തു പോകും. എർത്തിന്റെ സർഫസും അതിനെ റിഫ്ലക്ട് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് ലെയറും അതിനെ റിഫ്ലക്ട് ചെയ്ത് പോവും. പക്ഷെ അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യാതെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇതിനെ തിരിച്ച് എർത്തിലേക്ക് തന്നെ റീ എമിറ്റ് ചെയ്യും. ഓക്കെ. എർത്തിന്റെ സർഫസിൽ ലൈറ്റ് ഹിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് പോകുന്ന സമയത്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോവാതെ കുറച്ചൊക്കെ തിരിച്ച് എർത്തിലേക്ക് തന്നെ റീ എമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇൻഫ്രാറെഡ് റേഡിയേഷൻ. Some of the infrared radiation passes through the atmosphere. Some is absorbed by greenhouse gases and re-emitted in all directions by the atmosphere. The effect of this is to warm Earth's surface and the lower atmosphere. So, ഈ ഒരു infrared radiation re-emit ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് റേഡിയേഷൻ ഇറ്റ് വിൽ അബ്സോർബ്. സം റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ബൈ എർത്ത് സർഫസ് ആൻഡ് വാംസ് ഇറ്റ്. കൂടാതെ തന്നെ അത് റീഎമിറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷനെ അത് കുറച്ച് പെർസെന്റേജ് തിരിച്ച് സർഫസിലേക്ക് റീഎമിറ്റ് ചെയ്യുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു വാം അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നത്. ഇനി എന്തൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നുള്ളത് നോക്കാം. ഇത് അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഇത് നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കണം. ഇത് എന്താണ് പറയാ, ഇത് ഹയസ്റ്റ് ടു ലോവസ്റ്റിലാണ് ഇത് അറേഞ്ച് കൊടുത്തിരിക്കുന്നത്. സോ greenhouse gases cause the greenhouse effect on planets. The primary greenhouse gases in Earth's atmosphere are water vapor, carbon dioxide, methane, nitrous oxide and ozone. So ഒന്നും കൂടി പറയാം. Water vapor, carbon dioxide, methane, nitrous oxide and ozone are generally called as greenhouse gases. Okay. Without greenhouse gases, the average temperature of Earth's surface would be about -18 degrees Celsius. ഒരിക്കലും ലൈഫ് സപ്പോർട്ടേ ചെയ്യണ്ടാവില്ല. -18 degrees Celsius ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ലൈഫ് പോസിബിൾ ആവില്ല ഇവിടെ, അല്ലെ? സോ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ് വൺ ഓഫ് ദി ഫാക്ടർ വിച്ച് ഇസ് മെയിൻറ്റെയിനിങ് ലൈഫ് ഇൻ ദി എർത്ത്. ഓക്കെ. സോ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് അത് മൈൻഡിൽ വെക്കുക, മറന്നു പോവാതെ മൈൻഡിൽ വെക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ മെക്കാനിസം ഓഫ് കീപ്പിംഗ് ദ എർത്ത് വാം. എങ്ങനെയാണ് ഈ മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കാം. കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണും 2 ഓക്സിജനും ആണ് ഉള്ളത്. This tightly bonded molecule can absorb infrared radiation and the molecule starts to vibrate. ഇത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ the vibrating molecule emit the radiation. This is absorbed by another greenhouse gas. Another greenhouse gas will absorb this radiation. Okay. Then this absorption cycle keep the heat near the surface, effectively insulating the surface from extreme cold space. Okay. So ഇതാണ് നമ്മുടെ എർത്തിന്റെ സർഫേസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉള്ളത്. സോ ഇൻഫ്രാറെഡ് റേഡിയേഷൻ വന്നു, കാർബൺ ഡയോക്സൈഡ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി.
and other emit radiation, other greenhouse gases will absorb. Okay, then again അടുത്ത carbon dioxide molecule will absorb infrared and they will vibrate. So ഈ ഒരു exchange of radiation അല്ലെങ്കിൽ ഈ ഒരു absorption emission cycle ആണ് സർഫസിനെ വാം ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. Then ozone layer. എന്താണ് ഓസോൺ ലെയർ എന്നും ഓസോൺ ലെയറിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Why ozone layer is important? Ozone protects the earth from harmful ultraviolet rays from the sun. Okay, അതാണ് ഇതിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Without the ozone layer in the atmosphere, life on earth would be very, very difficult. With a weakening of the ozone layer shield, humans would be more susceptible to skin cancer, cataracts, and impaired immune systems. Okay, so ozone layer UV absorb ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ് പറയാ, because of that we are protecting, we are safe over here. Okay, so എന്താണ് ഓസോൺ ലെയറിന്റെ ആക്ടിവിറ്റി എന്നുള്ളത് നോക്കാം. ഓക്കെ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2 മോളിക്യൂൾ ആണ്. 2 ഓക്സിജൻ ആണ് ഉള്ളത്, O2 മോളിക്യൂൾ ആയിട്ടാണ് ഉള്ളത്. സോ അവിടെ UV റേഡിയേഷൻ വരുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ എന്താ പറയാ 2 ഓക്സിജൻ ആറ്റം ആയിട്ട് മാറും. ഓക്കെ, സോ ഈ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓക്സിജൻ ആറ്റം വിൽ കമ്പൈൻ വിത്ത് O2 മോളിക്യൂൾ. അങ്ങനെയാണ് O3 അഥവാ ഓസോൺ അവിടെ ഉണ്ടാവുന്നത്. ഇനി അഗെയിൻ ഈ ഒരു ഓസോൺ UV ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ആയിട്ട് ഓക്സിജൻ ആറ്റവും ഓക്സിജൻ മോളിക്യൂൾ ആയിട്ട് സ്പ്ലിറ്റ് ആവും. അഗെയിൻ ഈ സൈക്കിൾ വിൽ സൈക്കിള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇങ്ങനെയാണ് ഓസോൺ ലെയർ UVനെ അബ്സോർബ് ചെയ്തിട്ട് എർത്തിലേക്ക് എത്താതെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ ഓസോൺ ലെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് നോക്കാം. The rising average temperature of Earth's climate system, called global warming, is driving changes in rainfall patterns, extreme weather, arrival of seasons, and more. Collectively, global warming and its effects are known as climate change. Okay, global warming എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് എർത്തിന്റെ സർഫസിൽ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നത്. അതായത് അപ്രോക്സിമേറ്റ്ലി 33 എന്നുള്ളൊരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇഫ് അറ്റ്മോസ്ഫിയറിൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ദേ വിൽ അബ്സോർബ് മോർ ഇൻഫ്രാറെഡ് ആൻഡ് അങ്ങനെ എന്താണ് പറയുക, ആ ഒരു നമ്മൾ കണ്ടു അല്ലെ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് എന്ന് കണ്ടു. ആ ഒരു എമിഷൻ അബ്സോർപ്ഷൻ എമിഷൻ പാറ്റേൺ കൊണ്ടാണ് എർത്തിൽ ഒരു വാം ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ഗ്രാജുവലി സർഫസ് ടെമ്പറേച്ചർ വിൽ ഓൾസോ ഇൻക്രീസ് അല്ലെ, ബിക്കോസ് ദേ വിൽ അബ്സോർബ് മോർ infrared and they will emit more temperature to earth's surface. Okay, അങ്ങനെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഇറ്റ് വിൽ ചേഞ്ച് ദി റെയിൻഫോൾ പാറ്റേൺ. ഓക്കെ, ബിക്കോസ് എവാപറേഷൻ കൂടും, ഹ്യൂമിഡിറ്റി കൂടും, റെയിൻഫോൾ പാറ്റേൺ അത് എഫക്ട് ചെയ്യും. ദെൻ എക്സ്ട്രീം വെതേഴ്സ് ഉണ്ടാവും, സീസൺസിനെ എഫക്ട് ചെയ്യും. അങ്ങനെ കളക്റ്റീവ്ലി ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഗ്ലോബൽ വാർമിങ്ങിനെ കൊണ്ട് ഉണ്ടാവുന്നത്. ഇനി ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ലെയർ ഫോം ചെയ്യുന്നത് നോക്കാം. 72% was carbon dioxide from fossil fuel burning and industry. Okay, so നമ്മള് എന്താണ് പറയാ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ ആണെന്ന് പറഞ്ഞു. സോ എങ്ങനെയാണ് അത് അവിടെ എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ 72% ഫ്യൂൽ ഫോസിൽ ഫ്യൂൽ ബേണിംഗ് ആണ്. ഫോസിൽ ഫ്യൂൽ ബേണിംഗ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ മോട്ടോർ വെഹിക്കിൾസും ലൈക്ക് ഇപ്പം കാർ, സ്കൂട്ടർ, ബസ് ഒക്കെ എന്താ ഫോസിൽ ഫ്യൂൽ ആണ് ബേൺ ചെയ്യുന്നത് അല്ലെ. സോ ഇറ്റ് ഈസ് എമിറ്റിംഗ് കാർബൺ ഡയോക്സൈഡ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇൻഡസ്ട്രി. Then 19% was methane. Methane largely from livestock. Livestock എന്ന് പറയുമ്പോൾ cattles. Okay, cattleസിന്റെ excretail methane ഉണ്ട്. So 19% was from livestock. 6% was nitrous oxide, mainly from agriculture. Okay, and 3% was fluorinated gases. Fluorinated gases എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയോ? എയർ കണ്ടീഷൻസ്. എയർ കണ്ടീഷൻസ് എന്നാണ് ഫ്ലോറിനേറ്റഡ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ,
carbon dioxide, transportation, fossil fuel combustion, coal and crude oil. Okay, then methane, natural gas systems, landfill, agriculture, നമ്മളെ കാറ്റൽസിൽ നിന്ന് വരുന്നത്. Nitrous oxide, manufacturing, agriculture, cars, ഇതിൽ നിന്നാണ് nitrous oxide വരുന്നത്. Then sulfur hexafluoride, electrical transmission, magnesium production. Okay, പിന്നെ perfluorocarbons, aluminum production എന്നാണ് ഇത് എമിറ്റ് ചെയ്യുന്നത്. ഹൈഡ്രോഫ്ലൂറോകാർബൺസ്, സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചറിങ്. ഓക്കെ, സോ ഇത്രയാണ് എന്താണ് പറയുക ഗ്രീൻ ഹൗസ് ഗ്യാസസ്, മെയിൻ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ ആന്ത്രപ്പോളജിക്കൽ ആക്ടിവിറ്റീനെ കൊണ്ടാണ് ഇത്രയും ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് ഓസോൺ ഡിപ്ലീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു മേജർ റീസൺ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷൻ ആണ്. എങ്ങനെയാണ് ഓസോൺ ഡിപ്ലീഷൻ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, CFC മോളിക്യൂൾ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ ഫ്ലോറിനേറ്റഡ് ഗ്യാസസ് ആണ്. അപ്പോൾ ഒരു ഫ്ലോറിനേറ്റഡ് ഗ്യാസസ് ആണ് CFC മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ CFC മോളിക്യൂൾ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന സമയത്ത് UV റേഡിയേഷൻ വരുന്ന സമയത്ത് UV റേഡിയേഷൻ CFC മോളിക്യൂളിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോറിൻ ആറ്റം വിൽ ബ്രേക്ക് അവേ ഫ്രം CFC മോളിക്യൂൾ. ഓക്കെ, സോ ഈ ക്ലോറിൻ ആറ്റം നമ്മൾ യൂണിറ്റ് 1 പഠിച്ചു. ക്ലോറിൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്, അതായത് ഇറ്റ് വിൽ അറ്റാക്ക് ഈസിലി വിത്ത് അതർ ആറ്റംസ്. സോ ഈ ഒരു ക്ലോറിൻ ആറ്റം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസോൺ ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഓസോൺ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ക്ലോറിൻ മോണോക്സൈഡ് എന്നുള്ള ഒരു കോമ്പണന്റും ഓക്സിജൻ മോളിക്യൂളും ഉണ്ടാവും. ഓക്കെ, O3 എന്നുള്ളത് സ്പ്ലിറ്റ് ആയിട്ട് ഒരു ഓക്സിജൻ ക്ലോറിന്റെ കൂടെയും 2 ഓക്സിജൻ O2 മോളിക്യൂളും ആയിട്ടും റിലീസ് ചെയ്യും. ഓക്കെ, ദെൻ അഗെയിൻ എന്താ ഉണ്ടാവുക, ഈ ഒരു ഫ്രീ ഓക്സിജൻ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഫ്രീ ഓക്സിജൻ ഉണ്ടാവുമല്ലോ. സോ ഈ ഒരു ഫ്രീ ഓക്സിജൻ വീണ്ടും എന്താണ് ക്ലോറൈഡ് മോണോക്സൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ക്ലോറിൻ വീണ്ടും റിലീസ് ആവും. ഓക്കെ, സോ ഈ റിലീസ് ആയിട്ടുള്ള ക്ലോറിൻ അഗെയിൻ എന്ത് ചെയ്യും, ഓസോൺ ആയിട്ട് റിയാക്ട് ചെയ്യും. ഓസോൺ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ presence of CFC molecule in atmosphere is the main reason for ozone depletion. Okay, then atmospheric lifetime of greenhouse gases. എന്താണ് atmospheric lifetime എന്നുള്ളത് നോക്കാം. The time required to restore equilibrium following a sudden increase or decrease in its concentration in the atmosphere. Okay, നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉണ്ടാവുന്ന അതിന്റെ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവുന്ന എഫക്റ്റ്, വെദർ ഇറ്റ് ഈസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ആ ഒരു ടൈം റിക്വയർഡ് ടു റീസ്റ്റോർ ദി ഇക്വിലിബ്രിയം ഈസ് കോൾഡ് ലൈഫ് ടൈം ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് എടുത്തു. കാർബൺ ഡയോക്സൈഡിന്റെ ഇക്വിലിബ്രിയം ബ്രേക്ക് ആയി, അതായത് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് അറ്റ്മോസ്ഫിയറിൽ സംഭവിച്ചു എങ്കിൽ അത് തിരിച്ച് ഇക്വിലിബ്രിയത്തിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 to 200 years ആണ്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലുതാണ് ആ ഒരു ഇമ്പാക്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, so 5 to 200 years required to get back into equilibrium for carbon dioxide. Then carbon tetrachloride, it required 26 years. CFC 1155, CFC 12, CCl2F2 140 years, methane 12 years, nitrous oxide 114 years. Okay, so നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ ഒരു നമ്പേഴ്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഹയസ്റ്റ് ലൈഫ് ടൈം ആർക്കാണ്, കാർബൺ ഡയോക്സൈഡിനാണ്. ഓക്കെ, അത്രയെങ്കിലും ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു അതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് 2 മാർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഇക്കോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഗേറ്റ് പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ്. സോ നമുക്ക് ഇതിന് മുന്നേ വന്ന 2 ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഹാസ് ഗോട്ട് ഹയസ്റ്റ് അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം? ഓക്കെ, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, CFCs. ഓക്കെ, നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന് 5 to 200 years റിക്വയർഡ്. ഓക്കെ,
So highest atmospheric lifetime is carbon dioxide. Okay. Then which gas does not contribute to global warming through the greenhouse effect? അപ്പോൾ നമുക്ക് greenhouse gases ഏതാണെന്നുള്ളത് നോക്കാം. Nitrous oxide, methane, carbon dioxide, nitric oxide. Okay. So methane gas ഉണ്ട്, carbon dioxide ഉണ്ട്. Nitrous oxide ആണോ nitric oxide ആണോ എന്നുള്ളതാണ് ഇവിടെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ. സോ നമ്മള് എന്താ പറയാ, നമ്മള് എപ്പോഴും ആ ഒരു ലിസ്റ്റ് നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും nitrous oxide is also in the greenhouse gas. Nitrous oxide, methane, carbon dioxide is in the greenhouse gas. Okay. So nitric oxide alla. So നമുക്ക് ചോദിച്ചത് നോട്ട് ആണ്. ഓക്കെ. നോട്ട് ഗ്രീൻഹൗസ് ഗ്യാസ് അല്ലാത്തത് ആരാന്നാണ് ചോദിച്ചത്. സോ ഇറ്റ് ഈസ് നൈട്രിക് ഓക്സൈഡ്. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഞാൻ ആകെ 2 ക്വസ്റ്റ്യൻസേ സാമ്പിൾ ആയിട്ട് ഇതിൽ വെച്ചിട്ടുള്ളൂ. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ചാർട്ട് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇത്രയാണ് നമ്മള് ഇന്നത്തെ ഒരു ഇതിൽ വരുന്നത്. സോ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്, ഇക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്തവർക്കും കൂടി പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗേറ്റ്, നെറ്റ്, ജാം, എവറിത്തിങ്. സോ നന്നായിട്ട് അത് പഠിക്കുക, ആ ചാർട്ടൊക്കെ നന്നായിട്ട് മൈൻഡിൽ വെക്കുക. ഓക്കെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും യു ക്യാൻ റീച്ച് us through വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ഓർ ഇമെയിൽ. ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അവർ വീഡിയോസ് ആൻഡ് ഷെയർ ദ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് ലക്ക് ഫോർ യുവർ studies. Okay. Thank you once again. We will see you in the next class.